കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും സംഘാടകരായ 5 പേർക്കെതിരെ കേസ്. കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും കേസുണ്ട്. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നാണ് എഫ്ഐആർ. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, സ്വാഭാവികമായും ഹനാൻ ഷായുടെ സംഗീത പരിപാടി ഉണ്ടാകുമ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ടാകും, യുവാക്കളുടെ ഒരു ഒഴുക്കുണ്ടാകും, കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ഒരു ഫാൻ പേജുള്ള ആളാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഏത് തരത്തിലാണ് ക്രമീകരണങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? ഭവ്യ, ഇതിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി 8 മണി മുതൽ കാസർഗോഡ് നഗരത്തിൽ കാണാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ഹനാൻ ഷായുടെ ഈ ഒരു പരിപാടിക്ക് എത്തിയത്. ഇതിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് 3000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന സ്ഥലത്ത് 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അതുകൂടാതെ ഈ പോലീസിന്റെ ഒരു മുന്നറിയിപ്പും ഈ സംഘാടകർ വകവെക്കാൻ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് 5 പേർക്കെതിരെ, അതായത് ഈ സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാൽ അറിയുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഗാനമേള ആരംഭിച്ചത് മുതൽ വലിയ സംഘർഷമുണ്ടായത്. അതായത് ഈ ടിക്കറ്റ് എടുത്തവർക്ക് അകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് ഈ പരിപാടി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ജനക്കൂട്ടം അക്രമാസക്തമാവുകയും പിന്നീട് പോലീസിൽ ലാത്തിച്ചാർജ് വരെ നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി പോലീസ് സമയോചിതമായി അത്തരത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. പലരും കുഴിയിലൊക്കെ വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ സ്ത്രീകളുണ്ട്. ഇതിൽ 20ഓളം പേർക്കാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഗാനമേള അതല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്തൊക്കെ വലിയ ദുരന്തമുണ്ടാകുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ പരിപാടിയിലൊക്കെ ആളുകൾ വന്ന് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു കാസർഗോഡ് ഉണ്ടായെന്ന് പറയേണ്ടി വരും. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസുണ്ടാകുമെന്ന് തന്നെയാണ് ടൗൺ പോലീസ് അറിയിക്കുന്നതും. ഭവ്യ, അതായത് പോലീസിന്റെ ഒരു കൃത്യമായ വിന്യാസം അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണോ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിരുന്നോ ബൈജു? ഭവ്യ, പോലീസിന്റെ ഭാഗത്തുനിന്ന് സംയോജിതമായ ഇടപെടൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. ഈ സംഘാടകരുടെ ഭാഗത്ത് തന്നെയാണ് ഇതിൽ പൂർണ്ണമായും തെറ്റ്. 100 രൂപയായിരുന്നു ഇതിന് ടിക്കറ്റ് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ എത്തി. ഒരു 3000-ഓളം പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഈ പരിപാടിക്കാണ് ഇവർ 25,000-ലധികം ആളുകൾക്ക് ഇത്തരത്തിൽ ടിക്കറ്റ് കൊടുത്തത്. അതായത് കൗണ്ടർ ടിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അകത്ത് കയറാൻ കഴിയാതായതോടുകൂടി വലിയ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഒപ്പം പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് ഇത് നിയന്ത്രണാതീതമായത്. വലിയ തോതിൽ ആളുകൾ ഇത്തരത്തിൽ സംഘടിക്കുകയും സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോലീസ് എത്തി. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് തൊട്ട് താഴെ, മൂക്കിന് താഴെ എന്നൊക്കെ പറയേണ്ടി വരും ഈ സംഭവം. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ പെട്ടെന്ന് കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കാൻ സാധിച്ചു. ലാത്തിച്ചാർജ് നടത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് 3000 പേർക്കായിരുന്നു അനുമതി ഉണ്ടായത്. 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അത് കൂടുതലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. അങ്ങനെ ഇവരാണ് ഇത്തരത്തിൽ ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അബോധാവസ്ഥയിൽ ആവുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ തന്നെ ആംബുലൻസിന് പോലും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. സംഘാടകരുടെ ഭാഗത്തും വലിയ പിഴവ്, തെറ്റ് ഇതിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിലൊരു കൃത്യമായ ഒരു ആസൂത്രണം ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാസർഗോഡ് ഫ്രീ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പോലീസിന് കൃത്യമായി പറയുന്നുണ്ട് 3000 പേർക്ക് മാത്രമാണ് ഇതിൽ അനുമതിയെന്ന്. ഇതിലാണ് ഇത്രയും വലിയ കൗണ്ടർ ടിക്കറ്റ് കൂടി കൊടുത്ത് കൂടുതൽ ആളുകളെ കയറ്റാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഗാനമേള 2 പാട്ട് മാത്രം ഹനാൻ ഷാ പാടി. അതായത് 3000 ആളുകൾ കൊള്ളാവുന്നിടത്ത് 25,000-ലധികം ആളുകൾ എത്തി അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് ഒരു നുള്ളിപ്പാടി എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്കറിയാം കാസർഗോഡൊക്കെ ഇത്തരം പരിപാടി വെച്ചാൽ കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പരിപാടിക്ക് കൂട്ടമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് നൽകിയതിനും അപ്പുറം കൗണ്ടർ ടിക്കറ്റ് കൂടി ഇവർ വിൽപ്പന നടത്തിയതാണ് ഇതിൽ കൂടുതൽ പ്രശ്നമായത്. അത്രത്തോളം ആളുകളെ ഒന്നും ഉൾക്കൊള്ളാൻ ആ പരിസരത്ത് പോലും, അതായത് ഇതിനകത്തുണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി ആളുകൾ പുറത്തുണ്ടായി എന്ന് പറയേണ്ടി വരും. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവരാണ് ഈ സംഘർഷം ഉണ്ടാക്കിയത്. ഇവർക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കിയത്. പിന്നീട് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, കൂടുതൽ ആളുകൾ ഇതിൽ കയറിയതോടുകൂടി അവിടെ ശ്വാസം കഴിക്കാൻ പോലും സാഹചര്യമില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് ഒഴിവായെന്ന് പറയേണ്ടി വരും. ഈ ഇത്തരം പരിപാടികളിലൊക്കെ വലിയ ദുരന്ത വാർത്തകളാണ് നമ്മൾ കേട്ടിരുന്നത്. എന്നാൽ ഈ സംഘാടകർക്കെതിരെ കൃത്യമായ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് സ്വമേധയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പോലീസിന്റെ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. 5 പേർ സംഘാടകരാണ്. അത് കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുണ്ട്. പോലീസിന് നേരെയും ഈ ജനക്കൂട്ടം വലിയ തോതിൽ അക്രമാസക്തരായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലാത്തിചാർജ് പോലും നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തി വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. ഒരു 2 മണിക്കൂറോളം ആശങ്കയുടെ മുൾമുനയിലായിരുന്നു ഈ കാസർഗോഡ് നഗരം ഇന്നലെ രാത്രി എന്ന് പറയേണ്ടി വരും. ഭവ്യ, അതാണ് 3000 പേർക്കുള്ളാവുന്നിടത്ത് 25,000 പേരെത്തിയാൽ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ കൃത്യമായി പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് KB ബൈജു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ആവർത്തിക്കുമ്പോൾ പോലുമാണ് ഇത്തരത്തിൽ ഗാനമേളകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. ഹനാൻ ഷായെ പോലെയുള്ള ഒരു വലിയ പ്രമുഖനായ ആളുകളുടെ പരിപാടികൾ നടക്കുമ്പോൾ യുവാക്കളടക്കം നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുക. ഇവിടെ നമുക്ക് കാസർഗോഡ് കാണാൻ സാധിക്കും. യുവാക്കളടക്കം യുവതികളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് ആ പരിപാടി കാണാനെത്തിയത്. അപ്പോൾ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സംഘാടകരുടെ ഭാഗത്ത് കൃത്യമായ വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് KB ബൈജു നൽകുന്ന റിപ്പോർട്ട്. നല്ലത്